ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഗിവവേൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. 2 പേരാണ് കേട്ടോ. ഒരാൾ ഐഷ, ഒരാൾ അൽദി ആൻഡ് അയ്യോ. അവർ 2 കേട്ടോ. അത് ഞാൻ ഓരോ സെർച്ച് ചെയ്തിട്ടില്ല. 2 പേരെയാണ് ഇതിലുണ്ട്. 2 ഞാൻ തുറന്നടിക്കുന്നില്ല. ഇതിലൊരു സാധനം ഉണ്ട് കേട്ടോ. സാധനമല്ലേ, ആ സാധനം ചെയ്യാൻ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പെട്ടി തുറന്നടിക്കാം. ഇതിൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലുള്ള അതൊക്കെ ബോയ്സിൻ്റെ കേട്ടോ. ബോയ്സിൻ്റെ ഗേൾഡ് ബോയിൻ്റെ പേരും ഗേളുടെ പേരാണ് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തതുകൊണ്ട് ഒരു പെട്ടി ബോയ്സിനും കൊടുക്കാൻ, ഗേൾസിൻ്റെ പെട്ടി കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതെനിക്ക് മറ്റേ സ്പാക്കിയിട്ടാണ്. എടുക്കട്ടെ, അതുപോലെ എടുക്കാം. എനിക്ക് ഈ സാധനം ഉണ്ടാ പോണ്. ഇനി തുടങ്ങി ഗായ്സ്. ഇതാണ് കേട്ടോ. പിന്നെ ഈ പെട്ടി ഒരാശം കൂടി ഞാൻ ചേഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ച. എന്താണെന്നറിയോ, എൻ്റെ അമ്മ അവർ ചോദിച്ച് ഇത് തരുമോ വെച്ചപ്പോൾ അവർ അർജൻ്റാണ്, അവർക്ക് സ്കൂളിലത്തെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആ കളർ ബോക്സ് മാറ്റി വെച്ചത്. പിന്നെ ഇതാണ് കേട്ടോ. ഇതും കഴിഞ്ഞിട്ട് ബോയ്സിന് ഇഷ്ടമുള്ള പിടിച്ചാണ് ഇതാണ് കേട്ടോ. ഇതെൻ്റെ പണ്ടത്തെ ഒരു ബുക്ക്. ബാക്കിൽ നല്ലൊരു പിക്ചറുണ്ടായി. മീനിൻ്റെ പിക്ചറാണ് കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ ഈ ഫ്ലവർ ഉണ്ട് കേട്ടോ. പിന്നുള്ളത് കുറച്ച് പിക്ചേഴ്സ്, ഓരോരോ പിക്ചേഴ്സ്. ഈ പിക്ചർ എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് അറിയില്ല. പിന്നെ സ്ട്രോബെറി, ഇതല്ല പെണ്ണുങ്ങളൊക്കെ ആണ് നമുക്ക്. പിന്നെ ഇതാരാന്ന് എനിക്കറിയൂല. പിന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇതാണ് ശരിക്കും ഞാൻ കീറെടുത്ത. ശരി, ഇതിൻ്റെ ബാക്കിൽ ഇതൊന്നും ഇപ്പം നിങ്ങൾ കാണിച്ചു. ആ മറ്റേ സ്ട്രോബെറീൻ്റെ ബാക്കി നോക്കി എന്നുള്ള ഒരു ആനക്കുട്ടിയായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ഒരു കപ്പ് കേക്കും ഒരു ഇതാണ്. പിന്നെ ഇതെന്തുട്ടാന്ന് അറിയില്ല. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത്. എൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേർ അടിച്ചത്. ക്ലാസ്സിലത്തതല്ല, പക്ഷെ ഓരോരോ ക്ലാസ്സിലത്തെ കഴിക്കും. പിന്നെ ഇതും നന്നായിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഒരു ഫോട്ടോ കൂടി ഉണ്ട്, ഞാൻ കണ്ടില്ല അത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവർ പോട്ട്. പിന്നെ നമുക്ക് ഒരാശം മാറ്റിയോണ്ട് ഈ പൊട്ടി കടിച്ചു തരാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഈ പെട്ടി പാക്ക് ചെയ്യും. നന്നായിട്ട് കൂട്ടി വെച്ചത്. ഇതിൻ്റെ വലത്തും വെച്ചെടുത്ത്
കാണിച്ചു തരാം. ഞാൻ ഓരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ഒരു സാധനം പൊട്ടിച്ച് ഇതിൻ്റെ വേറെ സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വരച്ചു. നിങ്ങൾക്ക് വാളിൽ എവിടെ കൊട്ടിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമായിട്ട് വാളിലൊക്കെ വെച്ചേക്കാട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ്. അതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. പിന്നെ എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് എൻ്റെ പേരൊക്കെ എഴുതിയതാണ് ഇത് സൈനൊക്കെ കൊടുത്തു. എൻ്റെ ഉള്ളിലുള്ളത് ഒരു ബുക്കാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് ഈ ബുക്കിനെ കാണാൻ. കുറേ പേജുണ്ട് കേട്ടോ ഗൈസ്. നല്ല പേജുണ്ട് ഇതിൽ. പിന്നുള്ളതും കൂട്ടാം. പിന്നെ വെച്ചാൽ ഹെയർ കളേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം. ഈ സാധനം മിക്ക ആൾക്കും വാങ്ങിക്കാൻ തോന്നും. ഇത് ക്രോഷ്യോ കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തതാണ് കേട്ടോ. ക്രോഷ്യോ 50 സ്റ്റെപ്പാണ് ഇപ്പം ഡബിൾ സ്റ്റിച്ചും മേടിച്ചിട്ടോ. ക്രോഷ്യൻ്റെ ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ എടുത്തിട്ട് ഇവിടെ കുത്തി വെച്ചാൽ മതി. ഇങ്ങനെ ഇട്ടുണ്ടാവും. സ്ലൈഡ് പിന്നെ ഇങ്ങനെ ചുരണ്ടിയും വെക്കാം. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൂടെ ഒരു സാധനം. ഫസ്റ്റ് ഈ സ്റ്റിക്കർ, സ്മൈലീൻ്റെ ഒക്കെ സ്റ്റിക്കർ. സെക്കൻഡ് ഈ സ്റ്റിക്കർ. തേർഡ് ഈ സ്റ്റിക്കർ. ഫോർത്ത് ഈ സ്റ്റിക്കർ. ഫിഫ്ത്ത് ഈ സ്റ്റിക്കർ. ഇത് വലിയൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊക്കെ കുറേ ഇതുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ വിചാരിക്കുന്നത് മുത്താണ്. ഇത് മുത്തല്ല. ഇതിൻ്റെ കവർ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് അറ്റീസ് എന്നാണ് ഇതിനെ പറയുന്നത്. മുത്താലും ഇരുന്നാലും ഇത് മുത്തല്ല കേട്ടോ. ഇതൊരു കയ്യിലിടണം ബ്രേസ്ലെറ്റ്. നിങ്ങളുടെ കയ്യിൽ ചേരണില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ പീടിയൊക്കെ ഇങ്ങനെ തിരിച്ച് ഇടാൻ പറ്റും. പിന്നെ ഇതിനുള്ളത് കയറ്റിയാക്കാൻ നല്ല പാടുണ്ടോ. എൻ്റെ കേട്ടത് നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പ്ലീസ്. ഇപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 30 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചില്ലേ ആ സാധനം, ഇത് കാണിക്കാനും പറ്റൂല.
ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഉള്ളിൽ കൂടെ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ വേറൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.